കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പാക്കുന്ന മദ്യനയം ഉടൻ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി പറഞ്ഞു. മന്ത്രിയായ ശേഷം ജന്മനാട്ടിൽ നൽകിയ സ്വീകരണത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ദേശീയപാതയോരത്തെ മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കണമെന്ന കോടതി വിധി മണ്ടൻ തീരുമാനമാണെന്നും തോമസ് ചാണ്ടി കുറ്റപ്പെടുത്തി. അതിന്റെ പുറത്ത് കൂനിന്റെ പുറത്ത് കുരു എന്ന് പറഞ്ഞതുപോലെ സുപ്രീം കോടതി ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ദേശീയപാതയിൽ ബാറുകളൊക്കെ വേണ്ട. അതെന്തിനാ? ആരോഗ്യം സംരക്ഷിക്കാൻ. ഏത് അടിസ്ഥാനത്തിൽ ഏത് മണ്ടൻ പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാലാവധി കഴിഞ്ഞ കുട്ടനാട് പാക്കേജ് എഴുതി തള്ളാൻ കഴിയുകയില്ല. അവ പരിശോധിച്ച് വേണ്ട നടപടി സർക്കാർ കൈക്കൊള്ളും. ജിഷ്ണു പ്രണോയ് വിഷയം രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിയെ തീരുമാനിക്കുന്നത് അന്വേഷണത്തിലൂടെ മാത്രമാണെന്നും ഇക്കാര്യത്തിൽ പിണറായിയുടെ തീരുമാനമാണ് ഉചിതമെന്നും തോമസ് ചാണ്ടി വ്യക്തമാക്കി. 2018 ജലഗതാഗത വകുപ്പിന്റെ പണി തീരാത്ത ഒരു ബോട്ടും വെള്ളത്തിൽ കാണില്ല. കോടികളുടെ നഷ്ടം വഹിക്കുന്ന KSRTCയെ താൻ ഒരു വർഷത്തിനുള്ളിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ നിലവിലെ സർവീസുകളൊന്നും തന്നെ വെട്ടിക്കുറയ്ക്കുകയില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. കണക്കിന് കോടി രൂപയുടെ ബാധ്യതയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു. ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല. എന്നാൽ 4-5 ദിവസം അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രസ്ഥാനത്തെ പൊക്കിയെടുക്കുവാൻ കഴിയും. ആലപ്പുഴയിലെ കിടങ്ങറയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് നൂറുകണക്കിന് വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ കുട്ടനാട്ടെ തന്റെ വസതിയിൽ ഗതാഗത മന്ത്രി എത്തിയത്. മന്ത്രി കുട്ടനാട്ടിലെത്തിയതോടെ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ.